ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു നൈറ്റ് വ്ളോഗാണ്. ഞാൻ ജിഷ്ണുവും കൂടെ ചുമ്മാ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നേരത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒന്ന് സ്റ്റേഡിയത്തിൽ പോയായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റേഡിയം ചുമ്മാ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുവാണ് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങണോ വേണ്ടയോ എന്തിങ്ങനെ ഏതെങ്കിലും കടയിൽ കയറണമെന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഞങ്ങളൊന്നും കഴിച്ചൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ സ്റ്റേഡിയം ഫുൾ കറങ്ങിയിട്ട് പ്ലേറ്റിലൊക്കെ ഞങ്ങൾ നോക്കി, ഇന്ന് കയറിയില്ല, ഞങ്ങളങ്ങ് പോയി. അതാ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, അപ്പം ഞങ്ങളിതാ സ്റ്റേഡിയത്തിൽ കയറിയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകുന്നു. ഞങ്ങളവിടെ നിന്നൊന്നുമില്ല, ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, ഞങ്ങളങ്ങനെ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഷോർട്ട് വാക്കിന് പോകാമെന്ന് വിചാരിച്ച് ഇതാ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ച് പോവാണ്. ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സമൂസ ചാറ്റ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഇവിടെ മറൈൻ ഡ്രൈവിൽ വരുമ്പോഴൊക്കെ എനിക്ക് വാങ്ങിത്തരുമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഞാൻ എപ്പോഴും വാങ്ങിക്കാറ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ സമൂസ 2 സമൂസ എടുക്കും. ആ 2 സമൂസ ഞാൻ തന്നെയാണ് തിന്നാറ്. എനിക്കിത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ ചേച്ചിയാണ്, ദിവ്യ ചേച്ചിയാണ് എനിക്കിത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഞങ്ങൾ എപ്പോഴും പോയി കഴിക്കും, പക്ഷേ ഞാൻ എപ്പോഴും സമൂസ ചാറ്റ് കഴിക്കും. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ പാനിപ്പുരിയാണ്. പാനിപ്പുരി അല്ല, സേവ്പുരി. ഞാനാണെങ്കിൽ സമൂസ ചാറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ മറൈൻ ഡ്രൈവിൻ്റെ ഉള്ളിലിരുന്ന് കേട്ടോ കഴിക്കുന്നത്. ജിഷ്ണു പറഞ്ഞു അതിനുള്ളിലിരുന്ന് കഴിക്കാം, അവിടെ നല്ല രസമാണ്, നല്ല കുറേ വ്യൂ ഒക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിയത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന് കഴിക്കാം. ഞാൻ ജിഷ്ണുവിനും കൊടുത്തിട്ടുണ്ട്, ഒറ്റക്കൊന്നും അല്ല തിന്നത്. അപ്പോൾ ജിഷ്ണു എനിക്ക് ഓരോന്ന് കാണിച്ചു തരുന്നത്, ഇത് അതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. എനിക്കിതൊന്നും കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ടും എന്നിട്ട് ഇങ്ങോട്ടും വരെ നടക്കാമല്ലോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവിൽ അങ്ങനെ രാത്രിയിൽ വന്നിട്ടൊന്നുമില്ല, ഭയങ്കര കുറവായിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചത്. മറൈൻ ഡ്രൈവിലൊന്നും രാത്രിയൊന്നും പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അപ്പോൾ അങ്ങനെ പോയിട്ടുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ജിഷ്ണുവിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്, അതെന്താ അങ്ങനെ വന്നതെന്നൊക്കെ. അപ്പോൾ ജിഷ്ണു ഇങ്ങനെ പറഞ്ഞൊക്കെ തരുന്നുണ്ട്, ഇതാണ് ക്രൂയിസ് ഷിപ്പിൻ്റെ ടെർമിനലൊക്കെയാണ്, നമുക്ക് ടിക്കറ്റൊക്കെ ഇവിടെ നിന്നൊക്കെ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഇതൊക്കെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഗൈസ്, എൻ്റെ പുറകിൽ കൂടി ഒരു ബോട്ട് പോകുന്നുണ്ട്, ബ്ലൂ കളറിൽ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ജിഷ്ണു ഇവിടെ സ്ഥിരം വൈബ് പിടിക്കാൻ വരാറുണ്ടായിരുന്നു. ജിഷ്ണുവിൻ്റെ സ്ഥിരം പ്ലേസ് ആട്ടോ ഇതൊക്കെ. ജിഷ്ണു സ്ഥിരം ഇവിടെയൊക്കെ വന്ന് ഇരിപ്പായിരുന്നു. എപ്പോഴാണ് ജിഷ്ണു അത് നിന്ന് പോയത്? പ്രാരാബ്ദം വന്നപ്പോഴാണ് ഗൈസ് ജിഷ്ണുവിന് വൈബ് അടിക്കാൻ വരാൻ പറ്റാതായത്. നേരത്തെ പച്ച ലേസ് ഇവിടെ ഉണ്ട് ഗൈസ്, കുറെ പച്ച ലേസ്. ഒണിയൻ അങ്ങനെ എന്താണെന്ന് നീ തോന്നുന്നത്. എന്താ പച്ച ലേസിന്റെ ഫ്ലേവറിന്റെ പേര്? എനിക്ക് അങ്ങനെയൊന്നുമില്ല, പച്ച ലേസിന് അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പച്ച കിട്ടിയാലും ചുമപ്പ് കിട്ടിയാലും മഞ്ഞ കിട്ടിയാലും ഒക്കെ തിന്നും. ലേസ് ആയാൽ മാത്രം മതി. എന്താ പച്ച ലേസിന്റെ ഫ്ലേവറിന്റെ പേര് പറ. ക്രീമി കണ്ട ഒണിയൻ അതിനകത്തുണ്ട്, കണ്ട എനിക്കറിയാം. അതെനിക്കറിയത്തില്ല. ഞങ്ങൾ റെയിൻബോ ബ്രിഡ്ജിൽ കയറാൻ പോവാണ്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ എല്ലാത്തിനും നല്ല രസമാണ് കൂടുതൽ പറയണത്. ശരിയാണ്, ഞാൻ ഇന്ന് വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഈ 24 മണിക്കൂർ നല്ല രസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി പറയത്തില്ല, ഈ വീഡിയോ പറയില്ല എന്തായാലും. ഈ ബ്രിഡ്ജിലേക്ക് കയറി വന്നപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇവിടെ ഒരു ലൈറ്റ് വേണം, എന്നല്ലേ നമുക്ക് അവിടെ കറക്റ്റായിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്താ പറയുക കറക്റ്റ് വെളിച്ചമൊക്കെ കിട്ടത്തുള്ളൂ. ഇത് ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ലൈറ്റ് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുവാണ്. അപ്പോൾ ജിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് തരാം, നടന്നു സ്റ്റെപ്പ് ഇറങ്ങി പൊക്കോന്ന്.
ഞാനിവിടെ ലാസ്റ്റ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഞാനൊരു +2 പഠിക്കുന്ന സമയത്താണ്. അപ്പം ഞാനും അമ്മയും മിനി ചേച്ചിയുടെ മോളുടെ വീര ചേച്ചി, ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇവിടെ വരുന്നത് ലാസ്റ്റ്. പക്ഷെ എന്തിനാ വന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ ബ്രിഡ്ജിന്റെ പൊക്കത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ആ ബ്രിഡ്ജിന്റെ പൊക്കത്തുനിന്ന് എന്താ പറയാ ഈ വെള്ളത്തിലൊക്കെ കാണിക്കുന്ന ഒരു ഫോട്ടോയും കൂടി എടുത്തായിരുന്നു. ആ ഫോട്ടോ രണ്ട് ഇപ്പോഴും എൻ്റെ ഫോണിൽ ഗൂഗിൾ ഫോട്ടോസിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു ഇതാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നതെന്നൊന്നും. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു എന്താ പറയുക, അന്നത്തേന്ന് ഒരുപാട് മാറി. ഇപ്പൊ വേറെ എന്തൊക്കെയോ രീതിയിലാണ്. അപ്പൊ കുറെ ലൈറ്റ്സ് ഒക്കെ വന്നു. അന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പുറകിലുള്ളത് ഈ വാട്ടർ മെട്രോ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. ആൾക്കാരൊക്കെ ഉള്ളിലൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് അറിയത്തില്ല ഇത് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്. നല്ല രസം കേട്ടോ ഈ വഴി നടക്കാനൊക്കെ. ഇതൊന്ന് കാണിച്ച് ഈ വഴി നടക്കാനൊക്കെ നല്ല രസമാണ്. രാത്രി ഒന്ന് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് നടക്കാം. ഇവിടെയൊക്കെ കുറേ ഫ്ലാറ്റൊക്കെ ഉണ്ട്. സോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ ഇവിടെ വന്നായിരിക്കും നടക്കുന്നത്. സോ നമ്മളീ കയറുന്നത് കെട്ടുവെള്ളം പാലത്തിലേക്കാണ്. എനിക്കതിനെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. ജിഷ്ണുവോട് ചോദിക്കേണ്ടി വരും. എന്താ ജിഷ്ണു ഇത്? എന്തോ കെട്ടുവെള്ളം പോലെയൊക്കെ ഇരിപ്പുണ്ട്. പണ്ടോട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. താഴെ ഒരു കാഫേ ആയിരുന്നു. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. പക്ഷെ ഈ പാലം ഇറങ്ങുമ്പോൾ എന്റെ ഫേവറേറ്റ് സ്ഥലമല്ലേ ഗൈസ്, ആ പുറകെ കാണുന്ന ഗ്രാൻഡ് ഹയാത്താണ്. എൻ്റെ ലൈഫിൽ എനിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാട്ടോ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ. എന്തുകൊണ്ടാണ് എനിക്ക് അവിടെ പോകണം എന്ന് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം കണ്ടല്ലോ. എന്തെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അത് വീഡിയോ ഇടും. വർക്കൗട്ട് എത്ര സെറ്റ് കഴിഞ്ഞു? ഇതെന്റെ 30ാമത്തെ സെറ്റ്. അതെ അതെ. ഇതെന്താ സംഭവം എനിക്ക് സത്യമായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തപ്പുറത്തൊക്കെ നോക്കുന്നുണ്ട്. ആൾക്കാരൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ ഇത് ശരിക്കും നമ്മൾ സൈക്കിളിൽ ചവിട്ടുന്ന പോലെ ഇങ്ങനെ ആക്കി ഇടണമായിരുന്നു. എന്നിട്ട് ചവിട്ടണമായിരുന്നു. വേറൊരു കൊച്ചു ചവിട്ടണുണ്ടപ്പോഴാട്ടോ എനിക്കിത് മനസ്സിലായത് ഇത് ഇങ്ങനെയാണ് ചവിട്ടേണ്ടതെന്ന്. ഞങ്ങൾ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് ഇവിടെ വന്നിരിക്കാമെന്ന്. ഇവിടെ പക്ഷെ കാറ്റില്ലല്ലേ. ഇവിടെ കാറ്റ് ഒട്ടുമില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഫ്ലാറ്റാണ്. സോ കാറ്റൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. കാണാനൊക്കെ കൊള്ളാം കേട്ടോ. ശരിക്കും ആ സൈഡിലുള്ള വ്യൂവിനേക്കാളും നല്ലത് ഇവിടെയാണ്. ഇവിടെ ആൾക്കാരും ഭയങ്കര കുറവാണ്. കണ്ടോ, ഇവിടെ ആൾക്കാരും ഭയങ്കര കുറവാണ്. പക്ഷേ ഇവിടെ കാറ്റില്ല. പക്ഷെ നല്ല രസമുണ്ട്. പുറകിലൊക്കെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഞാൻ ഈ സ്ഥലത്ത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാനിപ്പോൾ കണ്ടിട്ടേ ഇല്ല. നല്ല രസമുണ്ട്. നമ്മളിനി അടുത്ത എങ്ങോട്ടാ പോകുന്നേ? മടിയാണ് ഗൈസ്. എനിക്ക് എൻ്റെ തല ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. എനിക്ക് സത്യമായിട്ടും തല ഭയങ്കര വേദനയാണ്. എനിക്ക് രാവിലെ അല്ല ഒരു ഉച്ചയായപ്പോൾ തൊട്ട് തല ഭയങ്കര വേദനയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ ഒന്നും കിടക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ടിന്യൂസ് ഞാനൊരു 10 മിനിറ്റ് എന്താ 10 മിനിറ്റ് ആണ്. ഞാൻ ബൈക്ക് എടുക്കാൻ പോയപ്പോ നീ അങ്ങോട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ വന്ന് ആ ടൈമിൽ എന്താ എഴുന്നേക്കണേ ബൈക്ക് കൊണ്ട് വന്നു. അല്ല അത് 10 മിനിറ്റേ ഉള്ളൂ. അത് നീ ബൈക്ക് എടുക്കാൻ പോയപ്പോ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊക്കെ ഞാൻ എണീറ്റിരിക്കുവായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 10 മിനിറ്റേ ഉള്ളൂ. കാരണം 10 മിനിറ്റ് ഉള്ളൂ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 മിനിറ്റത്തേക്കാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതിനകത്ത് ഇങ്ങനെ ടൈം 12 മിനിറ്റ് എന്നാണ് കണ്ടത്. അപ്പോൾ അത് റെഡി ആയിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും കോള് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അത് കറക്റ്റ് 10 മിനിറ്റ് ആണെന്നുള്ളത്. 10 മിനിറ്റ് എൻ്റെ അപ്പം തന്നെ ഞാൻ എണീറ്റ് എന്നെ ആരെങ്കിലും വിളിച്ചോ നോക്കാൻ വേണ്ടിയിട്ട്. ചുമ്മാ അങ്ങ് പറയുക. ഗൈസ്, എനിക്കറിയില്ലാത്തൊരു കാര്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന്
നേരെ ഇങ്ങോട്ട് വരുന്നത് ക്യൂൻസ് വേ ആണ്. അതെനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. കാരണം ഞാൻ പണ്ട് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ക്യൂൻസ് വേ അങ്ങോട്ട് പോയി എന്നൊക്കെ. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഗൈസ്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ക്യൂൻസ് വേ എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്ന്. സോ ആ ഒരു ഇതെനിക്ക് മനസ്സിലായി. സോ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോകുമെന്ന് വിചാരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ചുമ്മാ വന്നതാണ് ഇങ്ങോട്ട്. ഞങ്ങളിങ്ങനെ കുറേ നേരം നടന്നാണ് വന്നത് അവിടെ നിന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഒരു 1 കിലോമീറ്റർ എന്തോ ഉണ്ടായിരുന്നുള്ളൂ ക്യൂൻസ് വേയിലേക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങോട്ടും കൂടി വന്നിട്ട് വെറുതെ പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഞങ്ങൾ തിരിച്ച് പോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടൊക്കെ എന്താ പറയുക ഞങ്ങൾ തിരിച്ച് വണ്ടി കയറാനൊക്കെ പോവാണ്. കാരണം തിരക്കൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ വന്നു, കണ്ടു, പോയി, ഹെൽമെറ്റൊക്കെ വെച്ചു. സോ ഞങ്ങളങ്ങനെ തിരിച്ച് പോന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കാണിച്ച ഫ്ലാറ്റാണോ. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ഞാൻ വിചാരിച്ചു ഞാനും ഫ്ലാറ്റും കൂടിയുള്ളൊരു വീഡിയോ എടുക്കാമെന്ന്. നല്ല രസമുണ്ട്. ജിഷ്ണ കുറച്ച് പയ്യാ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു പുതിയ തട്ടുകട കണ്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഹൈക്കോർട്ടാണ്. ചുമ്മാ ഇവര് പോയപ്പോ കണ്ടതാട്ടോ. ഇതായത് ഹൈക്കോർട്ടാട്ടോ. ഇത്ര വലുതായിരുന്നല്ലേ. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പക്ഷെ എന്താ കൊറേ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഹൈക്കോർട്ട് ഓഫ് കേരള, ഇതാണ് നമ്മുടെ ഹൈക്കോർട്ട്. സത്യമേവ ജയതേന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ. ഞാൻ ഹൈക്കോർട്ട് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിപ്പോ ഞാനിങ്ങോട്ടൊന്നും വരവൊക്കെ കുറവാണ്. ഞാൻ തന്നെ ഇത് ആരാന്നൊക്കെ ചോദിക്കുന്നു. ആരാണിത്? സംഗീത. നമ്മൾ കുറെ പഴയ സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ തിയേറ്ററിനെ പറ്റിയിട്ട്. ജിഷ്ണു പറയുന്നുണ്ടായിരുന്നു ഇത് 90s കിഡ്സിന്റെ മെയിൻ സ്ഥലമാണ്. 80s 90s മെയിൻ തിയേറ്റർ ആണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഗൈസ്, ബൈ ബൈ.